ഡൽഹിയിൽ സത്യപ്രതിജ്ഞ ഫെബ്രുവരി 15 ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അമേരിക്കൻ സന്ദർശനത്തിന് ശേഷമായിരിക്കും സത്യപ്രതിജ്ഞ. മുഖ്യമന്ത്രിയെ കണ്ടെത്താനുള്ള ചർച്ച ബിജെപി ആരംഭിച്ചു. അരവിന്ദ് കെജ്രിവാളിനെ പരാജയപ്പെടുത്തിയ പർവേഷ് വർമ്മ മുഖ്യമന്ത്രിയാകാനാണ് കൂടുതൽ സാധ്യത. വിവരങ്ങളുമായി പി ധനസുമോദ് ചേരുന്നു. ധനസുമോദ്, മുഖ്യമന്ത്രി ചർച്ച എങ്ങനെ പുരോഗമിക്കുന്നു? എപ്പോൾ ഇതിലൊരു തീരുമാനമാകും? അതിൽ 12, 13 തീയതികളിലാണ് അമേരിക്കൻ സന്ദർശനം നരേന്ദ്രമോദി നടത്തുന്നത്. അതിനുശേഷം അദ്ദേഹം അമേരിക്കൻ സന്ദർശനത്തിനിടയിൽ തന്നെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. ഇതിനുശേഷം ഡൽഹിയിൽ തിരിച്ചെത്തിയതിന് ശേഷം ഒരു 15-ാം തീയതിയോടുകൂടി സത്യപ്രതിജ്ഞ നടത്തിയാൽ മതി എന്നാണ് ഏകദേശ ധാരണയായിരിക്കുന്നത്. മുഖ്യമന്ത്രി ആരായിരിക്കണം എന്നുള്ള ഒരു ചർച്ച ഇതിനകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്ന ആദ്യ മിനിറ്റിൽ തന്നെ ഇക്കാര്യത്തിൽ അവകാശവാദവുമായി പർവേഷ് വർമ്മ തന്നെയാണ് മുന്നിൽ നിൽക്കുന്നത്. കാരണം നേരത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഷീലാ ദീക്ഷിതിനെ തോൽപ്പിച്ചാണ് അരവിന്ദ് കെജ്രിവാൾ ന്യൂഡൽഹിയിൽ വിജയിച്ചത്. അതേ ന്യൂഡൽഹിയിൽ തന്നെയാണ് മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ തോൽപ്പിച്ച് പർവേഷ് വർമ്മ വിജയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായി മുൻ MP എന്ന തലത്തിൽ കൂടി ഒരു പരിഗണന വെച്ച് തനിക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണം എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇക്കാര്യത്തിലൊരു ഉറപ്പ് നൽകാനായിട്ട് അമിത്ഷാ തയ്യാറായിട്ടില്ല. വിവിധ ജാതി മത പരിഗണന, പ്രധാനമായും ജാതിയാണ് പരിഗണിക്കുന്നത്. ജാതി, അനുഭവ സമ്പത്ത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം നോക്കിയതിനു ശേഷം ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്താൽ മതി എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് BJP എത്തിയിരിക്കുന്നത്. നേരത്തെ സുഷമ സ്വരാജ് സൗത്ത് ഡൽഹി MP ആയിരുന്നപ്പോൾ അവരെ നിയമസഭ അംഗമല്ലാതിരുന്നിട്ട് പോലും മുഖ്യമന്ത്രിയാക്കിയിരുന്നു. ആ തരത്തിലുള്ള ഒരു രീതി വേണോ എന്നുള്ളൊരു കാര്യം പ്രധാനമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണമെങ്കിൽ നിലവിലെ വിജയിച്ചവരിൽ രേഖാ ഗുപ്തയ്ക്കായിരിക്കും നറുക്ക് വീഴുക. ജാട്ട് വിഭാഗത്തിലാണെങ്കിൽ സോളങ്കിയുടെ ഒരു പേര് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഏതായാലും വിവിധ തരത്തിലുള്ള ജാതി തുടങ്ങിയ മാനദണ്ഡങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഒരു അന്തിമമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുക. ധനസുമോദ്, അതുപോലെ തന്നെ ഈ ഫെബ്രുവരി 15-നാണ് ഈ ഒരു സത്യപ്രതിജ്ഞ എങ്കിലും മോദി വിദേശത്തേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമോ? ഇപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു പെട്ടെന്നൊരു തീരുമാനം എടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിൽ തന്നെയാണ് BJP എത്തിയിരിക്കുന്നത്. കാര്യം പർവേഷ് വർമ്മയുടെ പേര് തന്നെ ആദ്യം വന്നു കഴിഞ്ഞപ്പോൾ അവർ പ്രധാനമായും ചൂണ്ടിക്കാട്ടുന്നത് നേരത്തെ ഒരു 10 വർഷമായി ഒരു 10-ൽ താഴെ മാത്രമാണ് പ്രതിപക്ഷ MLA-മാർ സഭയിൽ ഉണ്ടായിരുന്നത്. ആദ്യത്തെ 2015-ൽ 3 പേരും 2020 ആയപ്പോൾ അത് 7 പേരും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അങ്ങനെ ഒരു പ്രതിപക്ഷമല്ല ഇത്തവണ ഡൽഹി നിയമസഭയിൽ ഉണ്ടാകുക. കാര്യം 22 MLA-മാരാണ് ഉണ്ടാകുക. മാത്രമല്ല ഈ വോട്ടിംഗ് ശതമാനത്തിലും കാര്യമായ ഒരു വ്യത്യാസം കാണുന്നില്ല. സീറ്റുകൾ 40 സീറ്റുകൾ അധികമായി കിട്ടിയെങ്കിൽ പോലും 45 ശതമാനത്തിലധികം വോട്ട് 45 ശതമാനത്തിലധികം വോട്ടാണ് BJP കിട്ടിയത്. അതേസമയം 43% നേടി ആം ആദ്മി തൊട്ട് പുറകിൽ നിൽക്കുന്നുണ്ട്. 22 സീറ്റ് അവർക്ക് കിട്ടിയതിൽ ഒരു 14 സീറ്റും ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ശക്തിയുള്ള സ്ഥലങ്ങളിൽ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ വിഭാഗത്തിൻ്റെ പിന്തുണ ആം ആദ്മി പാർട്ടിക്ക് ഉണ്ട് എന്നുള്ളൊരു കാര്യം BJPക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിഭാഗത്തിൽ നിന്നുള്ള ഏതെങ്കിലും നേതാവിനെ, അതായത് ദളിത് വിഭാഗത്തിലുള്ള നേതാവിനെ അങ്ങനെയാണെങ്കിൽ ഒരു ദളിത് മുഖ്യമന്ത്രിയായി തന്നെ BJPയുടെ ദളിത് മുഖ്യമന്ത്രിയായിട്ട് തന്നെ അവതരിപ്പിക്കാൻ കഴിയും. ആ തരത്തിലുള്ളൊരു ചിന്ത കൂടിയാണ് ഇപ്പോൾ BJPയിൽ ശക്തമായിരിക്കുന്നത്. അങ്ങനെയുള്ള ചർച്ചകളാണ് ഇപ്പോൾ BJPയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ധനസുമോദ്, അതുപോലെ അതിനോടൊപ്പം തന്നെ ഈ തോൽവി അത്ര പെട്ടെന്നൊന്നും പിന്മാറുന്ന ഒരാളല്ല കെജ്രിവാൾ. മുൻപും ഉള്ള ചരിത്രങ്ങളും അതുതന്നെയാണ് പറയുന്നത്. ഇനിയും ഇപ്പോൾ തന്നെ മന്ത്രിസഭയിലായാലും അല്ലെങ്കിൽ വരാൻ പോകുന്ന ഇതിലായാലും 22 സീറ്റുകളുണ്ട്. ശക്തമായ ഒരു പ്രതിപക്ഷമാകാനുള്ള തയ്യാറെടുപ്പിലാണോ ആം ആദ്മി പാർട്ടി? ആം ആദ്മി പാർട്ടി ആ തരത്തിലുള്ള തയ്യാറെടുപ്പുകളായിട്ട് തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം അതിലെ പടനായകനായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ വീണുപോയി എന്നുള്ളത് തന്നെയാണ്. അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനായിട്ടുള്ള മുൻ ഉപമുഖ്യമന്ത്രിയായിട്ടുള്ള മനീഷ് സിസോദിയയും തോറ്റുപോയി. 675 വോട്ടിനാണെങ്കിൽ പോലും തോറ്റുപോയിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും അരവിന്ദ് കെജ്രിവാളിൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തനെ ഒരു പ്രതിപക്ഷ നേതാവാക്കാൻ കൂടി കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ വേണം സഭയിലെ ഒരു കാര്യങ്ങൾ
എന്നുള്ളൊരു കാര്യം ഈ ആം ആദ്മിയിലെ ഇനിയും ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നത് മാത്രമേ ഉള്ളൂ. കാര്യം പ്രാഥമികമായ യോഗം പോലും ഇതുവരെ ഈ ഒരു പരാജയം എങ്ങനെയാണ് എന്നുള്ളൊരു കാര്യത്തിൽ വിലയിരുത്താനുള്ള പ്രാഥമികമായ യോഗം പോലും ചേർന്നിട്ടില്ല. പല മണ്ഡലങ്ങളിൽ നിന്നും വോട്ട് വലിയ തരത്തിൽ കട്ട് ചെയ്ത് മാറ്റിയത് പാർട്ടിക്ക് വലിയ തിരിച്ചടിയായി എന്ന് തന്നെയാണ് കാണുന്നത്. കാരണം ന്യൂഡൽഹി മണ്ഡലത്തിൽ തന്നെ ഒരു നേരത്തെ വോട്ട് ചെയ്തിരുന്ന ഒരു 2020 വോട്ട് ചെയ്തിരുന്ന 4 ഒരാൾക്ക് വീതം വോട്ട് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ഒരു പ്രതിപക്ഷ നേതാവ് എന്ന രീതിയിലേക്ക് എത്തുക.